വോട്ടെണ്ണൽ മനഃപൂർവ്വം മന്ദഗതിയിലാക്കുകയും കൗണ്ടിംഗ് ഏജന്റുമാരെ ബി.ജെ.പി. പ്രവർത്തകർ അടിച്ചോടിക്കുകയും ചെയ്ത് വോട്ടെണ്ണൽ ദിനത്തിൽ ലീഡ് ചെയ്ത തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ പിറ്റേന്ന് തോൽപ്പിച്ചതിന്റെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുമായി പ്രമുഖ ദേശീയ മാധ്യമമായ സ്ക്രോൾ. കൊൽക്കത്ത നഗരപ്രാന്തത്തിലെ രജർഹട്ട് മണ്ഡലത്തിലെ അസ്വാഭാവികമായ നടപടിക്രമങ്ങളുടെ വിശദാംശങ്ങളാണ് സ്ക്രോൾ പുറത്തുവിട്ടിരിക്കുന്നത്. സംഭവത്തെപ്പറ്റി അന്വേഷിക്കാൻ വിളിച്ചപ്പോൾ ബന്ധപ്പെട്ട തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തു വെച്ചുവെന്നും തെരഞ്ഞെടുപ്പിൽ വ്യാപക അട്ടിമറി ഉണ്ടായെന്ന മുൻ മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ ആരോപണം ശരിവെക്കുന്നതാണ് ഇത്തരം സംഭവ വികാസങ്ങളെന്നും റിപ്പോർട്ടിൽ പറയുന്നു. കൊൽക്കത്ത വിമാനത്താവളത്തിനു സമീപമുള്ള രജർഹട്ട് ന്യൂ ടൗൺ മണ്ഡലമാണ് വിവാദ കേന്ദ്രം. മെയ് 4 നടന്ന വോട്ടെണ്ണലിന്റെ ഭൂരിഭാഗവും ഇവിടെ ലീഡ് ചെയ്തത് തൃണമൂലിന്റെ സിറ്റിംഗ് എം.എൽ.എ. താപസ് ചാറ്റർജി ആയിരുന്നു. അസ്വാഭാവികമാം വിധം മന്ദഗതിയിലായിരുന്ന വോട്ടെണ്ണലിൽ രാത്രി വൈകിയും അദ്ദേഹത്തിന് നേരിയ ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. എന്നാൽ തൊട്ടടുത്ത ദിവസം നടന്ന അധിക വോട്ടെണ്ണലിന് ശേഷം പ്രഖ്യാപിച്ച ഔദ്യോഗിക ഫലത്തിൽ ബി.ജെ.പി. സ്ഥാനാർത്ഥി പീയൂഷ് കനോഡിയ 316 വോട്ടുകളുടെ നേരിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു. ബി.ജെ.പി. സ്ഥാനാർത്ഥിയുടെ വിജയം തീരുമാനിച്ച അവസാന റൗണ്ടിൽ താപസ് ചാറ്റർജിയുടെ പേരിൽ വെറും 5 വോട്ടുകളാണ് ചേർത്തത്. അതിനു മുമ്പത്തെ 17 റൗണ്ടുകൾ എണ്ണിയപ്പോൾ ചാറ്റർജിക്ക് ഒറ്റ റൗണ്ടിൽ ലഭിച്ച ഏറ്റവും കുറഞ്ഞ വോട്ട് 1926 ആയിരുന്നു. മണ്ഡലം തൃണമൂലിന്റെ ശക്തി കേന്ദ്രമാണെന്നും ഇവിടെ ബി.ജെ.പി. വിജയിക്കാൻ ഒരു സാധ്യതയുമില്ലെന്നും 3ാം സ്ഥാനത്തെത്തിയ CPM സ്ഥാനാർത്ഥിയും പറഞ്ഞു. രജർഹട്ട് ന്യൂ ടൗൺ ഉൾപ്പെടെ 3 മണ്ഡലങ്ങളിലെ വോട്ടെണ്ണൽ കേന്ദ്രമായ ബിധാനഗർ കോളേജിലാണ് നാടകീയ സംഭവങ്ങൾ. പോസ്റ്റൽ വോട്ടുകളിൽ ബി.ജെ.പിക്ക് ആദ്യ ലീഡ് ഉണ്ടായിരുന്നെങ്കിലും 17 റൗണ്ടുകളിലായി EVM വോട്ടുകൾ എണ്ണിയപ്പോൾ ചാറ്റർജി പ്രതീക്ഷിച്ച പോലെ മുന്നേറി. 5 റൗണ്ടുകൾ പിന്നിട്ടപ്പോൾ അദ്ദേഹത്തിന്റെ ലീഡ് 11,000 വോട്ടുകൾ കടന്നിരുന്നു. പകുതി വോട്ട് പോലും എണ്ണിത്തീരുന്നതിനു മുമ്പ് ബംഗാളിൽ ബി.ജെ.പി. വിജയം പ്രഖ്യാപിക്കുമെന്നും അക്രമം അഴിച്ചുവിടുമെന്നും മമതാ ബാനർജി മുന്നറിയിപ്പ് നൽകിയിരുന്നു. മെയ് 4 ഉച്ച കഴിഞ്ഞപ്പോഴും പലയിടത്തും 1/3 വോട്ട് പോലും എണ്ണിയിരുന്നില്ല. എന്നാൽ ബി.ജെ.പി. വിജയിച്ചുവെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതോടെ പലയിടത്തും തൃണമൂലിന്റെ ഏജന്റുമാർ വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ നിന്ന് പിൻവാങ്ങി. വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ തുടർന്ന് തൃണമൂൽ ഏജന്റുമാരെ ബി.ജെ.പി. പ്രവർത്തകർ ആക്രമിച്ചോടിച്ചുവെന്നും അവരുടെ പാസുകൾ കീറിയെറിഞ്ഞുവെന്നും സ്ക്രോളിന്റെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. രജർഹട്ട് ന്യൂ ടൗണിൽ വിജയം ഉറപ്പിച്ച തനിക്ക് വിജയ സർട്ടിഫിക്കറ്റ് നൽകാൻ റിട്ടേണിംഗ് ഓഫീസർ തയ്യാറായില്ലെന്ന് താപസ് ചാറ്റർജി പറഞ്ഞു. സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടാൽ തന്റെ ഏജന്റിന്റെ മൃതദേഹവുമായി മടങ്ങേണ്ടി വരുമെന്ന് ബി.ജെ.പി. പ്രവർത്തകർ ഭീഷണിപ്പെടുത്തിയതായും അദ്ദേഹം പറഞ്ഞു. തന്റെ ഏജന്റുമാരെ പുറത്താക്കിയതിനു ശേഷമുള്ള റൗണ്ടുകളിൽ കൃത്രിമം നടന്നുവെന്നും വോട്ടുകൾ വീണ്ടും എണ്ണിയാൽ താൻ 20,000-ഓളം വോട്ടുകൾക്ക് വിജയിക്കുമെന്നും അദ്ദേഹം അവകാശപ്പെട്ടു. ഒരു EVM-ൽ ഉണ്ടായ സാങ്കേതിക തകരാർ കാരണം VP-PAT സ്ലിപ്പുകൾ പരിശോധിക്കേണ്ടി വന്നതിനാലാണ് അധിക റൗണ്ട് വേണ്ടി വന്നതെന്നാണ് ബി.ജെ.പി. അനുകൂലികൾ പറയുന്നത്. 2011-ൽ രൂപീകരിച്ച രജർഹട്ട് ന്യൂ ടൗൺ മണ്ഡലം സമീപകാല തിരഞ്ഞെടുപ്പുകളിലെല്ലാം തൃണമൂലിനൊപ്പമായിരുന്നു. പ്രാദേശിക കണക്കുകൾ പ്രകാരം 30%-ലധികം ന്യൂനപക്ഷ ജനസംഖ്യയുള്ള ഈ മണ്ഡലത്തിൽ ക്രമക്കേടുകൾ ഇല്ലാതെ ബി.ജെ.പിക്ക് വിജയിക്കുക അസാധ്യമാണെന്ന് CPM സ്ഥാനാർത്ഥി സ്പദർശി ദേവ് ചൂണ്ടിക്കാട്ടി. ഈ അസ്വാഭാവിക സംഭവങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടി തങ്ങളുടെ റിപ്പോർട്ടർ ഫോൺ ചെയ്തപ്പോൾ റിട്ടേണിംഗ് ഓഫീസറായ മുഹമ്മദ് അലിമുദ്ദീൻ ആദ്യം അറ്റൻഡ് ചെയ്തെന്നും പിന്നീട് സ്വിച്ച് ഓഫ് ആക്കിയെന്നും സ്ക്രോൾ പറയുന്നു. ഇതേപ്പറ്റിയുള്ള ചോദ്യത്തിന് ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസറായ ശില്പ ഗൗരി സരിയെയും മറുപടി നൽകിയില്ല.